രാവിലെ തന്നെ ഞാൻ എണീച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഷിൻചാനും മിൻചാനൊക്കെ പോയി നമ്മളെ ജോണിൻ്റെ വീട്ടിൽ നിന്ന് പോയി വിളിച്ചോണ്ട് വരണമല്ലോ. ഇതൊക്കെ ഇന്ന് പോയി വിളിച്ചോണ്ട് വരാൻ പോയി ജോണിൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ ഷിൻചാനും മിൻചാനും. എന്തായാലും വണ്ടിയൊക്കെ എടുത്ത് വളയ്ക്കാം. ഇന്നലെ വലിയൊരു ടൂറിന് കാരണം പോയിട്ട് വന്ന് കിടന്നുറങ്ങിയപ്പോൾ ഇച്ചിരി താമസിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ട്. മിൻചാനും എണീറ്റോ എന്തോ അറിയാനൊന്നും വയ്യ. എന്തായാലും അവിടെ നിന്ന് പോയി നോക്കാം. മിൻചാനും അവിടെ കാണും. എന്തായാലും പോവാം, പയ്യെ വണ്ടി എടുത്തോണ്ട് പോവാം. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഉണ്ട്. എന്താണ് വണ്ടിയാണെങ്കിൽ സ്റ്റോപ്പായി നിന്ന് വണ്ടിക്ക് എന്ത് പറ്റി? എൻ്റെ മോനെ അതാരാണിപ്പോൾ വന്ന് വീണത്? ആരാണെന്നും അറിയാൻ വയ്യല്ലോ. ഇത് ആരാൻ്റെയാണ്? നമുക്കെന്തായാലും നമ്മളെ ജോണിൻ്റെ വീട്ടിൽ പോയി നമ്മൾ ഷിൻചാനും മിൻചാനെയൊക്കെ വിളിച്ചുകൊണ്ട് വരാം. അതാണ് നല്ലത്. അല്ലാതെ വേറെ ഒന്നും പറ്റൂല. എന്തായാലും നമുക്ക് നേരെ നമ്മളെ ജോണിൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെയാണ് പോവാം. നമുക്ക് പയ്യെ എൻ്റെ മോനെ ഇതെന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ. വണ്ടിക്കാണെങ്കിൽ കൺട്രോൾ കഷ്ടപ്പെട്ട് പ്രേതബാധ കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. വണ്ടിക്കാണെങ്കിൽ ഒരു കൺട്രോളും കിട്ടുന്നില്ല. ഇത് എങ്ങോട്ട് പോകുന്നത്? അവരിടിക്കല്ലേ, എൻ്റെ മോനെ ഇടിച്ചിടിച്ച് എല്ലാവരും ഇടിക്കുന്നത്. വണ്ടിക്ക് എന്താണ് പറ്റിയിട്ടുണ്ട്? വണ്ടിയുടെ ബ്രേക്ക് ഒന്നും കൺട്രോളൊന്നും ആവുന്നില്ല. ഇതാ എൻ്റെ പൊന്നു, ഇതിനകത്ത് ആരുടെയൊക്കെ നമ്മൾ ഇടിച്ചു കൊടുത്തിട്ടുണ്ട്. വണ്ടിക്കാണെങ്കിൽ ബ്രേക്ക് കിട്ടുന്നില്ല. എന്താ ചെയ്യാനാണെന്ന് അറിഞ്ഞൂടാ. ബ്രേക്കാണെങ്കിൽ എത്ര ചവിട്ടിയായിട്ട് നിൽക്കുന്നിട്ട് പിന്നെ വണ്ടി എടുത്ത് ചാടുകയാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. എൻ്റെ പൊന്നോ ഇടിക്കല, അയാളെ ഇടിക്കലോ. എൻ്റെ പൊന്നോ, അയാളാണെങ്കിൽ വീണിട്ടുണ്ട്. എന്താണെന്നും അറിയാൻ വയ്യണോ. വണ്ടിയാണെങ്കിൽ ഫുള്ള് കൺട്രോളും കാണും വീട്ടിലുള്ളൂ. ജോണിൻ്റെ വീട് അങ്ങോട്ടാ. എൻ്റെ പൊന്നോ ആണെങ്കിൽ വണ്ടിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ നിന്ന് നിൽക്കുന്നില്ല. തന്നെ ഓടുകയാണ്. ഞാൻ എൻ്റെ കൺട്രോളിലൊന്നും അല്ല, തന്നെ നടന്നോടുക. എൻ്റെ മോനെ, എൻ്റെ KTM ഒരാളെ ഇടിച്ചിട്ടുകയാണ് വണ്ടി. എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നേരെ അവിടെ പോവാം. എൻ്റെ പൊന്നൊരു ഇടിച്ചിടിച്ച് ഒരു ഓടിക്കാരനോ അല്ല ബുഗാട്ടിക്കാരനെയൊക്കെ ഇടിച്ച്. വണ്ടിക്കാണെങ്കിൽ ഒട്ടും ബ്രേക്ക് കിട്ടുന്നില്ല. വണ്ടിയുടെ എല്ലാം ബ്രേക്കും പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇങ്ങോട്ടാണ് പോകുന്നില്ല, അതിൻ്റെ മണ്ടയിലോട്ടല്ലേ. എൻ്റെ തമ്പുരാനെ, എന്തായാലും അതിനെ മണ്ടയിൽ കയറാൻ മണ്ടയിൽ കയറിയാണെങ്കിൽ നമ്മളെ വണ്ടി പൊട്ടി തെറിച്ചേനെ. എന്തായാലും നീ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞൂടാ. ബീച്ചിലോട്ടായിരിക്കും. ബീച്ചിലോട്ടൊന്നും അല്ലടാ, ജുറാസിക് പാർക്കിലോട്ട്. ഇന്നാണെങ്കിൽ ഞാൻ ഡൈനോസറിൻ്റെ കടി കണ്ട് ചാവാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പൊന്നെ, എനിക്ക് പേടിയായിട്ട് വയ്യ. എന്തായാലും നേരെ നമുക്കതിൻ്റെ അകത്തോട്ട് പോവുകയല്ല, നമ്മൾ നേരെ പോവുകയല്ല, വണ്ടി തന്നെ പോവുകയാണ്. വണ്ടിയാണെങ്കിൽ നിൽക്കുന്നില്ല. എവിടെയെങ്കിലും തട്ടി ഇടിച്ച് നിന്നാൽ മതിയായിരുന്നു. ഇവിടെ നിന്നാലും ഡൈനോസറിൻ്റെ കടി കൊള്ളും. ഇതെങ്ങനെയും നമുക്ക് കൺട്രോൾ ചെയ്യാം. എവിടെയും നിൽക്കല്ലേ. ഇവിടെ നിൽക്കാൻ പാടില്ല. ഡൈനോസർ വരെയാണെങ്കിൽ നമ്മളെ കടിച്ച് കീറന്നെ. വണ്ടിയാണെങ്കിൽ നിന്നിട്ടുണ്ട് ഗൈസ്, പെട്ടു. വണ്ടിയാണെങ്കിൽ നിന്നിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യും? നമ്മളേലാണെങ്കിൽ അന്ന് ജോൺ വന്നൊരു തൂക്കുകാളിലും ഉണ്ടായിരുന്നല്ലോ. ആ തൂക്കുകാളിലൊക്കെ ഞാൻ എടുത്തോണ്ട് വരട്ട് വണ്ടി പോയി. വണ്ടിയുടെ അകത്ത് കയറി ആക്സിലേറ്റർ ഇട്ടിട്ട് അനങ്ങുന്നില്ല ഒരു പൊടി. അയ്യോ, ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞോളൂ. എഞ്ചിൻ എന്താണ് കുഴപ്പമായി? വണ്ടി ഇത് പുകയെ മാത്രമേ പോകുന്നുള്ളൂ. വണ്ടി ഒന്നും ഓണാവുന്നില്ലല്ലോ. എന്ത് ചെയ്യാൻ? എന്തായാലും ഇതിൻ്റെ വെളിയിൽ നിന്ന് ഇറങ്ങാം. എന്നിട്ട് തോക്കുകളും എടുക്കണം. എന്തായാലും നമുക്ക് തോക്കുകൾ അങ്ങ് എടുത്തേക്കാം. വണ്ടിയാണെങ്കിൽ ഒന്നും കയറി സ്റ്റാർട്ടാക്കി നോക്കട്ടെ. വണ്ടിയാണെങ്കിൽ ഒരു പൊടി അനക്കമൊന്നും ഇല്ല. ഇത്ര സ്റ്റാർട്ടാകാൻ നോക്കിയിട്ട് സ്റ്റാർട്ടൊന്നും ആവുന്നില്ല. എന്തായാലും നമുക്ക് ഇച്ചിരി മുന്നിലോട്ട് കാര്യങ്ങളൊക്കെ പോയി നോക്കാം. എന്തായാലും ഭാഗ്യത്തിന് ഡൈനോസറും കാര്യങ്ങളൊന്നും ഇല്ല. ഡൈനോസറും കാര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ പെട്ടേനാ. എന്തായാലും ഡൈനോസറിൻ്റെ മുമ്പിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കന്ന് മിഷ്യൻ കണ്ണ് തന്നായിരുന്നു ജോൺ. അതും കാരണം ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് വരട്ട് ഡിക്ക് ചെയ്ത. ഞാനെന്തായാലും മിഷ്യൻ കണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് വെടി വെച്ചാൽ മതി. നമ്മളാ ഡൈനോസർക്ക് അവിടെ വീണോന്ന്. എന്തായാലും നമുക്ക് മുമ്പിലോട്ട് പോവാം. ഡൈനോസറിനൊന്നും ഇതുവരെയായിട്ട് കണ്ടില്ല ഗൈസ്. എന്തായാലും എൻ്റെ പൊന്നെ, 2 എണ്ണം ഇത് നമ്മളെ കടിച്ച്. എൻ്റെ പോലെ ഞാൻ അറിയാതെ വെടി വെച്ചപ്പോൾ എല്ലാണെങ്കിൽ ഇങ്ങോട്ട് ഓടി വരുന്നു. പേടിക്കൊന്നും വേണ്ട. നമ്മളെല്ലാണെങ്കിൽ ഒരു തോക്കും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് വലിയ പേടിയൊന്നും വേണ്ട. എന്തായാലും ഞാൻ എല്ലാത്തിനും അറിഞ്ഞ് പറഞ്ഞ് നല്ല വെടികളും കൊടുക്കുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഒരെണ്ണം വീണിട്ടുണ്ട്, അടുത്തത് വീഴുന്നില്ലല്ലേ. എൻ്റെ എങ്ങനെയല്ലേക്കെ അത് മരിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇച്ചിരി മുമ്പിലോട്ട് ഇങ്ങനെ പോവാനും മിഞ്ചാനും എന്തായെന്ന് എനിക്കിപ്പോഴും അറിയാൻ വയ്യ. എന്തായാലും ഇതിൻ്റെ അകത്തൊക്കെ കയറി നോക്കാം. ഇതിൻ്റെ അകത്തെല്ലാം പൊള്ളയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഡെമ്മിയാണെന്നാണ്. അല്ല, ഡെമ്മിയൊന്നും അല്ല, ഇത് നല്ല കോർത്ത പല്ലിങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മുന്നിലോട്ട് പോയി നോക്കാം. എന്തായാലും അങ്ങോട്ട് പോവുകയാണ് ഞാൻ. ഇവിടെ ഒന്നും കാണുന്നില്ല. അവിടെ ആണെങ്കിൽ ഡൈനോസറിൻ്റെ മുട്ടയാണ്
അതുപോലെ പൊടിച്ച് തിന്നാൽ ഭയങ്കര വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇതില്ല മുമ്പിലോട്ട് പോകാം. ഡൈനോസറിൻ്റെ മുട്ടയുടെ അടുത്തോട്ട് പോയിട്ട് കാണാം ഗൈസ്. ഞാനാണെങ്കിൽ ഡൈനോസറിൻ്റെ മുമ്പിൽ കാണാം മുട്ടയുടെ അവിടെ പോയി ഇരുന്നതേ ഉള്ളൂ ഗൈസ്. ഞാൻ ഹൽക്കായിട്ട് മാറി. ഇതെങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഡൈനോസറിൽ നിന്ന് ഇതിനൊക്കെ ഇടിച്ച് കാണാൻ ഹൽക്കിൻ്റെ പവറും കാര്യങ്ങളും കിട്ടി ഡൈനോസറിൻ്റെ അവിടെ നിന്നപ്പോൾ. അപ്പോൾ അടിപൊളി. എൻ്റെ പൊന്നോ, ഇതാണെങ്കിൽ ഒന്നും ഇതാവുന്നില്ല. ഇടിച്ചിട്ട് പോകാനൊന്നും പറയുന്നില്ല. എന്തായാലും നമുക്ക് ചാടിയേക്കാം. ചാടി ഇവനിടിച്ച് കളയും. ഇവന്മാരാണെങ്കിൽ കുറേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഫുള്ള് സീനാണ് കേട്ടോ. എന്താന്ന് പറഞ്ഞൂടാ, ഫുള്ള് എന്നെ കടിക്കാൻ നോക്കുകയാണ്. എന്തായാലും ഞാൻ ഹൽക്കിൻ്റെ പവർ എവിടുന്ന് കിട്ടിയെന്ന് പോലും എനിക്കറിയൂടാ. ആ മുട്ടയുടെ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് നിന്നതേ ഉള്ളൂ. മുട്ടയാണ് പൊട്ടിയപ്പോൾ എനിക്ക് ആ ദേഹം എന്താണ് ചുരണ്ടയും കയറി. അപ്പം തന്നെ ഞാൻ കണ്ണുറങ്ങാൻ നോക്കാൻ നേരമാണ് ഞാൻ ഹൽക്ക് ഇങ്ങനെയുള്ളതായിട്ട് നിൽക്കുന്നത്. എന്താണെന്ന് അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് ഓടിയിട്ടൊരു ചാട്ടവും ചാടിയേക്കാം. നല്ല ഒരെണ്ണം ഈ ഒരു മുട്ടയിലാണ് ഞാൻ ചവിട്ടിയത്. ഈ ഒരെണ്ണം കൂടെ ഞാൻ ചവിട്ടിയൊക്കെ ചിലപ്പോൾ നമുക്ക് തിരിച്ചു പോയാൽ പോലെ ഇത് തിരിച്ചൊന്നും പോകുന്നില്ലടാ. ഇതാണെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചാടാം. എന്തായാലും ഒരു ഡൈനോസറല്ലേ ഉള്ളൂ, രണ്ടെണ്ണമൊന്നും ഇല്ലാത്തത് ഭാഗ്യം. ഒരെണ്ണത്തിനെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇതാക്കാം. രണ്ടെണ്ണം വരെ ആണെങ്കിൽ നമ്മൾ പെടും കേട്ടോ. അതായത് നമുക്ക് ചാടി ചാടി പോവാം. ഹൽക്കിൻ്റെ പവർ കിട്ടിയോണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചാടി ചാടി എങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കുകയാണ്. 3 2 വരാണെങ്കിൽ ഞാൻ തീരെ ഉറപ്പാണ് കേട്ടോ. എന്തായാലും നമുക്കിങ്ങനെ ചാടി ചാടി നിൽക്കാം ഗൈസ്. ഇതാണെങ്കിൽ ഒരെണ്ണമേ ഉള്ളു. ഓടി വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ചാടി കേൾക്കാം. എൻ്റെ പൊന്നെ അങ്ങനെയാണ്. ഇതാണെങ്കിൽ ഭയങ്കര നീളവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നെറ്റിയൊക്കെ പിടിക്കുന്നു നമ്മളാ. എന്തായാലും നമുക്ക് ഹൽക്കിൻ്റെ പവർ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ തീർന്നല്ല. എൻ്റെ പൊന്നെ, ഇത് വേറൊരെണ്ണം കൂടെ വരുന്നു പെട്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം. ഹൽക്കിൻ്റെ പവർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഇവന്മാരൊക്കെ ഇടിച്ച് തോപ്പിക്കാൻ നോക്കാം പരമാവധി. എന്തായാലും ഞാനിങ്ങനെ ചാടി ചാടി നിൽപ്പുണ്ട്. എന്തായാലും ഇപ്പോൾ 2 എണ്ണം വന്നിട്ട് 3 എണ്ണം 4 എണ്ണം 5 എണ്ണം 6 എണ്ണം അങ്ങനെ 10 എണ്ണം വരെ വരാണെങ്കിൽ നമ്മൾ തീരും ഉറപ്പാണ്. ഹൽക്കിൻ്റെ പവർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ മേളിൽ കയറി ഇരിക്കാന്ന് എൻ്റെ മോനെ, അതിൻ്റെ മേളിൽ കയറി ഇരിക്കാന്ന് വെച്ചാൽ പറ്റത്തില്ല. ഇതാണെങ്കിൽ നമ്മൾ കാണിച്ചു പോലെ 3 എണ്ണം വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. 3 എണ്ണം വന്നു കേട്ടോ. 3 എണ്ണത്തിൻ്റെ തലയില്ലേ അത് കാണുന്ന? അല്ല, നേരലാണ് കേട്ടോ. ഞാൻ വിചാരിച്ച 3 എണ്ണം കാണുവാണെന്ന്. എന്തായാലും നമുക്കിങ്ങനെ ഓടി ഓടി നിൽക്കാം. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇതെങ്ങനെ ഞാൻ ഹൽക്കാന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതിനെ എല്ലാം അടിച്ച് തോപ്പിക്കുക. ഇത് സിറ്റി ഫുള്ള് നശിപ്പിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ഈ സിറ്റിയെ തന്നെ ഇവിടുന്ന് നമുക്ക് രക്ഷിക്കണം. ഫുള്ള് സീനാവും. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചാടി ഇടിച്ചും എല്ലാം ഇങ്ങനെ ഓട്ടിക്കാൻ പരമാവധി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കുന്നുണ്ട്. ഇതാണെങ്കിൽ അങ്ങോട്ട് പോകുന്നതുമില്ല. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഇടിയും കൊടുത്തേക്കാം. ഇടിച്ചിട്ടൊന്നും നീങ്ങുന്നില്ല. ഒരു പൊടി പോലും അനങ്ങുന്നില്ല. ഇതിൻ്റെയൊക്കെ ഡൈനോസറിൻ്റെയൊക്കെ മുമ്പിൽ ഹൽക്ക് വേറൊരു കൊച്ചു ആവും. എൻ്റെ സീനാണ് കേട്ടോ. ഇനി 3 എണ്ണം ഞാൻ പറഞ്ഞില്ലേ 3 എണ്ണം വരുമെന്ന്. എന്തായാലും ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. എൻ്റെ പൊന്നു, ഞാനാണെങ്കിൽ 5-6 ഇടിയും അയാൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് നമുക്ക് എന്താണെന്നൊക്കെ നോക്കാം. എന്നെ അറ്റാക്കും കാരണം ചെയ്യുന്നുണ്ടോ എന്നാൽ എനിക്ക് വലുതായിട്ട് ഏക്കുന്നൊന്നുമില്ല. എന്തായാലും നമുക്കിതിനെയൊക്കെ ഇങ്ങനെയെങ്കിലും ഇടിച്ചൊക്കെ തോൽപ്പിക്കണം. എടാ ഷിൻചാനെ, ഞാനൊരു സ്വപ്നം കണ്ടോ. അടിപൊളി ഒരു സ്വപ്നം കാണുവായിരുന്നോ. എടാ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാടാ. എന്തായാലും വാ, നീ വണ്ടി കയറ്. അല്ലെങ്കിൽ കുറേ നേരം ഇപ്പം വൈകിട്ടുള്ളൂ. പിഞ്ചാൻ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളുറാ. എന്തായാലും ഞങ്ങൾക്ക് വീട്ടിൽ പോടാ ഷിൻചാനെ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഗുഡ് ബൈ. See you next game. Thank you for watching.